നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗമായ വഞ്ചിയൂർ ദേവി ഫാർമയുടെ സമീപമാണ്. ഇവിടെ ഒരു കുടുംബം അനുഭവിക്കുന്ന ദുരന്തങ്ങളിലേക്കാണ്. വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരവും അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ കൊണ്ടുവരുന്ന മാലിന്യവും കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക്. ഈ കാണുന്ന മരത്തിലേക്ക് അമിതമായി ചേക്കേറിയ വവ്വാലിന്റെ വിസർജ്യവും മരത്തിൽ നിന്ന് വീഴുന്ന പുഴുക്കളും എല്ലാം ഈ വീടിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. ആർക്കും ഉപകാരമില്ലാത്ത ഈ മരം മുറിക്കുവാൻ കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് 400 മീറ്റർ മാത്രം ദൂരമുള്ള ഈ വീട്ടുകാർ അനുഭവിക്കുന്ന ദുരവസ്ഥ ഭരണാധികാരികളെ അറിയിച്ചിട്ടും യാതൊരു പ്രതികരണങ്ങളും ഉണ്ടായില്ല. ഈ ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ കുടുംബത്തിലെ അംഗവുമായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം, ഞാൻ ഡിജിറ്റൽ ഡെയിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരുന്നത്. ചേട്ടൻ്റെ പേരെന്താ? സുരേഷ് എന്നാണ്. ഇവിടെ ആരൊക്കെയായിട്ടാ താമസിക്കുന്നത്? അച്ഛനും അമ്മയാണ് താമസിക്കുന്നത്. നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. ചേട്ടാ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓർക്കാം. പിന്നെ പുഴുവിന്റെ ശല്യമുണ്ട്. ഓക്കെ. പിന്നെ കാറ്റടിക്കുമ്പോൾ ഏത് സമയവും മറിഞ്ഞ് വീട്ടിലോട്ട് വീഴാം. വയസ്സായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഈ വെളിയിൽ വേസ്റ്റ് ഒരുപാട് കൊണ്ടിടുന്നുണ്ട് രാത്രിയാകുമ്പോൾ. പിന്നെ അത് ഊരണത്തിന്റെ ശല്യമുണ്ട്, എലിയുടെ ശല്യമുണ്ട്. ഓക്കെ. ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് ഇത് നിങ്ങളുടെ സ്ഥലം തന്നെയാണോ? അല്ല, വേറെ പാർട്ടിയുടെ. അപ്പോൾ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടോ? അവർ ഒരു മൈൻഡും ചെയ്യുന്നില്ല. ഇല്ല, അവർ വേറെ റെസ്പോണ്ട് ഒന്നുമില്ല. ഒരു വകയും. ഓക്കെ. അപ്പം ഇത് കംപ്ലൈന്റ് വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? കൗൺസിലർ കൊടുത്തിട്ടുണ്ട്. ഉടനെ ശരിയാകുമെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒരു ഇതുമില്ല. ഏത് സമയവും പേടിച്ചായിരിക്കുന്നു. ഓക്കെ. ഇതിന്ന് എന്തെങ്കിലും വീണ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ? മെയിനായിട്ട് ഇവിടെ കിടന്ന് തന്നെ അമ്മയ്ക്ക് ഇപ്പം മന്തിൻ്റെ അസുഖമുണ്ട്, എല്ലാം ഉണ്ട്. മന്തിൻ്റെ അസുഖമൊക്കെ വരുന്നുണ്ട്, കൊതുവും കാര്യങ്ങളുണ്ട്. ഊരണത്തിൻ്റെ ശല്യം ശരിക്കും. ഓഹോ. വേറെ വീട്ടിലോട്ട് ശല്യം കയറി വരാറൊക്കെ ഉണ്ടോ? ഊരണങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് വഴിയെ വരെ ബാക്കും തുറന്ന് കിടക്കുകയാണ്. വരുമാനങ്ങൾ എന്തെങ്കിലും? വരുമാനങ്ങളൊന്നുമില്ല. ഞാൻ ഒരു സുഖമില്ല. പിന്നെ സഹോദരിമാരുണ്ട്. ചേട്ടനും ഇതിൻ്റെ ഭാഗമായിട്ട് അസുഖങ്ങളുണ്ട്? അല്ല, എനിക്ക് അല്ലാതെയുള്ള അസുഖങ്ങളുണ്ട്. അപ്പം വേറെ വരുമാനങ്ങളായിട്ടൊന്നും? വരുമാനമൊന്നുമില്ല. സഹോദരിമാരുണ്ട്, പിന്നെ നല്ല നമ്മുടെ നാട്ടുകാരുണ്ട്, അവരൊക്കെ സഹായിക്കുന്നുണ്ട്. വീടിന് അപകടകരമായി ഇരിക്കുന്ന മരങ്ങളിൽ നിന്നുള്ള ദുരവസ്ഥ പരിഹരിക്കപ്പെടാൻ സാധിക്കാത്തതിൽ വിഷമിക്കുന്ന ഈ കുടുംബം. പരാതികൾക്ക് യാതൊരു വിലയും നൽകാതെ അധികാരികൾ വീടിനോട് ചേർന്ന് പോകുന്ന 11 kV ലൈനിലേക്ക് എപ്പോൾ വേണോ വിടാങ്ങുന്ന രീതിയിൽ നിൽക്കുന്ന മരത്തുമ്പുകൾ. സഹജീവികളുടെ അനുകമ്പയില്ലാത്ത മനുഷ്യർ. എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക്? ഈ ദുരിതങ്ങൾക്ക് കാരണമായ വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ ഭാഗത്തു നിന്നോ വഞ്ചിയൂർ വാർഡ് കൗൺസിലർ കൂടിയായ തിരുവനന്തപുരം നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ മറ്റ് അനുകമ്പയുള്ള ആളുകളിൽ നിന്നോ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തട്ടെ എന്ന പ്രതീക്ഷയോടെ നല്ലൊരു നാളേക്കായി.